നമസ്കാരം. കർണാടകയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി സ്കൂളിൽ പ്രസവിച്ചു. കർണാടകയിലെ ഷഹപൂർ താലൂക്കിലെ സർക്കാർ റെസിഡൻഷ്യൽ സ്കൂളിലാണ് സംഭവം. പെൺകുട്ടിയെ പീഡിപ്പിച്ച 28-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കൂൾ സമയത്തിനിടെയാണ് 17-കാരിയായ വിദ്യാർത്ഥിനി ശുചിമുറിയിൽ പ്രസവിച്ചത്. കടുത്ത വയറുവേദനയും അതുപോലെ തന്നെ ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇത് അധ്യാപികയെ അറിയിച്ചാണ് ഈ വിദ്യാർത്ഥിനി ശുചിമുറിയിലേക്ക് പോകുന്നത്. തുടർന്ന് മറ്റു കുട്ടികൾ വിവരം സ്കൂൾ അധികൃതരെ അറിയിക്കുകയായിരുന്നു. അധികൃതർ ഉടൻ തന്നെ വിദ്യാർത്ഥിനിയെയും കുഞ്ഞിനെയും അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 27-ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. ക്ലാസ് പുരോഗമിക്കുന്നതിനിടെയാണ് പെൺകുട്ടിക്ക് കടുത്ത വയറുവേദനയും ശാരീരികാസ്വാസ്ഥ്യവും വന്നത്. പെൺകുട്ടിയുടെ ബുദ്ധിമുട്ട് കണ്ട സഹപാഠികൾ സ്കൂൾ അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് സംഭവം പുറത്തിറങ്ങിയത് എന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിയെയും കുഞ്ഞിനെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നിലവിൽ ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ശുചിമുറിയിൽ വെച്ച് വയറുവേദന അനുഭവപ്പെടുകയും പ്രസവിക്കുകയും ചെയ്തു എന്ന് മാത്രമാണ് കുട്ടി അധ്യാപകരോടും പോലീസിനോടും പറഞ്ഞിട്ടുള്ളത്. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു പെൺകുട്ടി. വീട്ടുകാർക്ക് സംഭവത്തെക്കുറിച്ച് അറിവില്ല എന്നാണ് പ്രാഥമിക വിവരം. 17 വയസ്സും 7 മാസവും പ്രായമുള്ള പെൺകുട്ടി പൂർണ്ണ ഗർഭിണിയായിരുന്നുവെന്ന് FIR-ൽ പറയുന്നുണ്ട്. ഏകദേശം 9 മാസം മുൻപ് ഒരു അജ്ഞാതൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന പെൺകുട്ടി ആദ്യഘട്ടത്തിൽ വിവരങ്ങളൊന്നും പറയാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനിടെയാണ് 28 വയസ്സുകാരനാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞത്. കുട്ടി ആരോഗ്യവതിയായ ശേഷം സംഭവത്തെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാൻ ഉൾപ്പെടെ കൗൺസിലിംഗ് നൽകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം സ്കൂൾ അധികൃതരോ പ്രസവം നടന്നതിന് പിന്നാലെ ബന്ധുക്കളോ ഉടനടി പോലീസിൽ വിവരം അറിയിച്ചില്ല എന്നും ആരോപണം ഉണ്ട്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിതയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ ഗർഭധാരണത്തെക്കുറിച്ച് അധികാരികളെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് ഹോസ്റ്റൽ വാർഡൻ, സ്കൂൾ പ്രിൻസിപ്പൽ, സ്റ്റാഫ് നഴ്സ്, ഇരയുടെ സഹോദരൻ എന്നിവരടക്കം 4 പേർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. അധ്യയന വർഷം ആരംഭിച്ചത് മുതൽ പെൺകുട്ടി സ്കൂളിൽ സ്ഥിരമായി ഹാജരായിരുന്നില്ല എന്നും പോലീസ് കണ്ടെത്തി. വിദ്യാർത്ഥികളുടെ പഠനപരവും ആരോഗ്യപരവുമായ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിൽ കൃത്യവിലോപം കാണിച്ചതിനും അശ്രദ്ധ കാണിച്ചതിനും പ്രിൻസിപ്പൽ, ഹോസ്റ്റൽ വാർഡൻ എന്നിവരുൾപ്പെടെ സ്കൂളിലെ 4 ജീവനക്കാരെ കർണാടക റെസിഡൻസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സൊസൈറ്റി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റൽ വാർഡൻ, സ്കൂൾ പ്രിൻസിപ്പൽ, വിദ്യാർത്ഥിനിയുടെ സഹോദരൻ, നഴ്സ് എന്നിവർക്കെതിരെയും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കാത്തതിനാലാണ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്.